ഹായ് എവരിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോത്ത് കർവ് എന്ന് പറയുന്ന ന്യൂട്രീഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. ഇത് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം ബാക്ടീരിയനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലേ. ബാക്ടീരിയനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. എന്താണ് അവർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം ആണ്. അതിനകത്ത് ക്ലോറോഫിൽ ഇല്ല അല്ലേ. നമുക്കറിയാം ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ട്. ആ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് സഹായത്തോടു കൂടി അവർക്ക് വേണ്ട ഫുഡ് എനർജി അവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒരു പ്രോക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസമാണ്. അതിനകത്ത് എന്തില്ല, ക്ലോറോഫിൽ ഇല്ല. പിന്നെ എന്താണ്, യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതുപോലെ തന്നെ ട്രൂ ബ്രാഞ്ചിങ് കാണിക്കുന്നില്ല. അവർ യൂക്കാരിയോട്സിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് യൂക്കാരിയോട്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയത്? അതിനകത്ത് നമ്മുടെ പ്രോക്യാരിയോട്സിനകത്ത് ഒരു ട്രൂ ന്യൂക്ലിയസോ അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസോ പ്രസൻ്റ് അല്ല. ഇത്രയാണ് നമ്മുടെ ബാക്ടീരിയനെ കുറിച്ച് ജനറലായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നുള്ളത്. ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ പറയുമ്പോൾ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ബാക്ടീരിയൽ ന്യൂട്രീഷനാണ്. എന്താണ് ബാക്ടീരിയൽ ന്യൂട്രീഷനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നുള്ളത്. സോ നമ്മുടെ ബാക്ടീരിയൽ സെൽസിനകത്ത് അതിനകത്ത് വാട്ടർ ഉണ്ട്. ഒരു ബാക്ടീരിയൽ സെൽസിനകത്ത് വാട്ടർ ഉണ്ട്. അതുകൂടാണ്ട് പ്രോട്ടീൻസ് ഉണ്ട്, പോളിസാക്കറൈഡ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്, മ്യൂക്കോപെപ്റ്റൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലോ മോളിക്കുലർ വെയിറ്റുള്ള കോമ്പൗണ്ട്സും ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഓർഗാനിസത്തിൻ്റെ സെൽസ് പോലെ തന്നെയാണ് നമ്മുടെ ബാക്ടീരിയൽ സെൽസും. അതിനകത്ത് എന്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്? 80% വാട്ടറും, അതുപോലെ 80% ടോട്ടൽ വെയിറ്റിൻ്റെ 80% അത്രയും വാട്ടറും, പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, മ്യൂക്കോപെപ്റ്റൈഡ്സ്, അതുപോലെ തന്നെ ലോ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് അതാണ് ബാക്ടീരിയൽ സെല്ല്. ഇനി ഈ ബാക്ടീരിയൻ്റെ ഗ്രോത്തിന് വേണ്ടി അതിനെന്തൊക്കെ ആവശ്യമുണ്ട്? ഗ്രോത്തിനും അതുപോലെ തന്നെ അതിൻ്റെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ മിനിമം ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് പറയുകയാണെങ്കിൽ വാട്ടർ ആവശ്യമാണ് അല്ലേ. നമ്മൾ ഏതൊരു ലിവിങ് ഓർഗാനിസം ലൈഫ് ഫോം എടുക്കുകയാണെങ്കിലും ലിവിങ് ബീങ് എടുക്കുകയാണെങ്കിലും അതിന് വാട്ടർ ആവശ്യമായിരിക്കും. പിന്നെ ഒരു സോഴ്സ് ഓഫ് കാർബൺ വേണം, ഒരു സോഴ്സ് ഓഫ് നൈട്രജൻ വേണം, അതുപോലെ തന്നെ കുറച്ച് ഇനോർഗാനിക് സോൾട്സും എന്തിനു വേണം? നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്തിനും അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ന്യൂട്രീഷനും ആവശ്യമാണ്. സോഴ്സ് ഓഫ് കാർബണും സോഴ്സ് ഓഫ് നൈട്രജനും അതുപോലെ തന്നെ കുറച്ച് ഇനോർഗാനിക് സോൾട്സും. ഈ വാട്ടർ എന്താണ്? വാട്ടർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ വെഹിക്കിൾ ഓഫ് എൻട്രി ഓഫ് ഓൾ ന്യൂട്രിയൻസ് ഇൻ ടു ദ സെൽ ആൻഡ് ഫോർ ദ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് പ്രൊഡക്ട്സ്. ഈ വാട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ സെൽസിനകത്തേക്ക് കയറുന്നതും അതുപോലെ തന്നെ വേസ്റ്റ് പ്രൊഡക്ട്സ്, അതായത് അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുള്ളത്. സോ ഇതൊക്കെയായിരുന്നു മിനിമം ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്. വാട്ടറും ഒരു കാർബൺ സോഴ്സ്, ഒരു നൈട്രജൻ സോഴ്സ്, അതുപോലെ തന്നെ കുറച്ച് ഇനോർഗാനിക് സോൾട്ട്സ്, പിന്നെ വാട്ടറിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ബാക്ടീരിയനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിഫൈഡ് ന്യൂട്രീഷണൽ അല്ലെങ്കിൽ എനർജി റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിസിൽ, അതുപോലെ തന്നെ അവരുടെ എസെൻഷ്യൽ മെറ്റബോളൈറ്റ്സ് സിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റീൻ്റെ ബേസിസിൽ നമുക്ക് ബാക്ടീരിയാസിനെ ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഒന്ന് ന്യൂട്രീഷണലി ആണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഒന്ന് അതിൻ്റെ എനർജി റിക്വയർമെൻറ്റ്സ്, പിന്നെ ഒന്ന് അതിൻ്റെ എബിലിറ്റി ടു സിന്തസൈസ് എസെൻഷ്യൽ മെറ്റബോളൈറ്റ്സ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഫോട്ടോട്രോഫ്സ്. എന്താണ്? ഫോട്ടോട്രോഫ്സ്. ആ ഫോട്ടോ എന്ന് പറയുമ്പോൾ ലൈറ്റാണ്. സോ ഈ ബാക്ടീരിയ ഫോട്ടോട്രോഫ്സ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്താണ്? അവർ സൺലൈറ്റിൽ നിന്നാണ് എനർജി ഡിറൈവ് ചെയ്യുന്നുള്ളത്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. സോ എനർജി റിക്വയർമെൻറ്റ്സ്, അവരുടെ എനർജി റിക്വയർമെൻറ്റ്സ് അവർ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സൺലൈറ്റിൽ നിന്നാണ്. നെക്സ്റ്റ് കീമോട്രോഫ്സ് അവരുടെ എനർജി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കെമിക്കൽ റിയാക്ഷൻസിൽ നിന്നാണ്. അപ്പോൾ ഫോട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ സൺലൈറ്റിൽ നിന്ന്, കീമോട്രോഫ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ നിന്ന്. നെക്സ്റ്റ് എന്താണ്? ഓട്ടോട്രോഫ്സ് ഉണ്ട്. അപ്പോൾ ഫോട്ടോട്രോഫ്സും കീമോട്രോഫ്സും മനസ്സിലായില്ലേ? ഫോട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ വിച്ച് ഡിറൈവ് എനർജി ഫ്രം സൺലൈറ്റിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്നു. കീമോട്രോഫ്സ് കെമിക്കൽ റിയാക്ഷനിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ഓട്ടോട്രോഫ്സും ഹെട്രോട്രോഫ്സും. ബാക്ടീരിയ ദാറ്റ് ക്യാൻ സിന്തസൈസ് ഓൾ ദെയർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ കോൾഡ് ഓട്ടോട്രോഫ്സ്. അതായത് നമ്മുടെ ചില ബാക്ടീരിയാസിന് എന്താണ്? അവരുടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാം സിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അവരെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് പറയുക. ചിലതിന് അതിനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. അവർ മറ്റുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെവരെയാണ് നമ്മൾ ഹെട്രോട്രോഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോട്രോഫ്സും ഹെട്രോട്രോഫ്സും. ഓട്ടോ എന്ന് പറയുമ്പോൾ സ്വയം അവർ തന്നെ അവർക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ സിന്തസൈസ് ചെയ്യുന്നു. സോ ഈ ഓട്ടോട്രോഫ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ദേ ആർ ഏബിൾ ടു യൂസ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ. നമ്മൾ പറഞ്ഞു ഒരു കാർബൺ സോഴ്സ് വേണം, ഒരു നൈട്രജൻ സോഴ്സ് വേണം എന്ന് പറഞ്ഞു അല്ലേ.
അപ്പോൾ ഈ ഓട്ടോട്രോഫ്സ് അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും നൈട്രജനെയാണ് അവർ യൂസ് ചെയ്യുന്നുള്ളത്. മാത്രമല്ല ദേ ആർ ക്യാപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇൻ വാട്ടർ ആൻഡ് സോയിൽ. അതായത് വേറൊരാളെ ആശ്രയിക്കാണ്ട് തന്നെ അവർ സോയിലും വാട്ടറിലും പ്രസൻ്റ് ആണ്. ദേ ആർ ഓഫ് നോ മെഡിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് സം ബാക്ടീരിയ ആർ അൺഏബിൾ ടു സിന്തസൈസ് ദെയർ ഓൺ മെറ്റബോളൈറ്റ്സ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓട്ടോട്രോഫ്സിനെ കുറിച്ചാണ്. അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും അവരുടെ കാർബൺ സോഴ്സായിട്ടും നൈട്രജൻ സോഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, അവർക്ക് വേണ്ട ഓർഗാനിക് കോമ്പൗണ്ട്സ് അവർ തന്നെ അവരുടെ ബോഡിക്ക് അത് സിന്തസൈസ് ചെയ്യും. ഇൻഡിപെൻഡൻ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും, എവിടെ, വാട്ടറിലും സോയിലും. ഇനി ഹെട്രോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. അവർക്ക് അവരുടേതായ മെറ്റബോളൈറ്റ്സ് ഒന്നും സിന്തസൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അവരെയാണ് ഹെട്രോട്രോഫ്സ് എന്ന് പറയുന്നത്. They depend on performed organic compounds and these bacteria are unable to grow with the carbon dioxide as the sole source of carbon. ഓട്ടോട്രോഫ്സ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അവരെ കാർബൺ സോഴ്സായിട്ട് അവർക്ക് യൂസ് ചെയ്തിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹെട്രോട്രോഫ്സിൻ്റെ കേസിൽ കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു കാർബൺ സോഴ്സായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇവരുടെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് നമ്മുടെ ഓട്ടോട്രോഫ്സിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ചില ഹെട്രോട്രോഫ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ചില മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ ചില ഹെട്രോട്രോഫ്സ് ആണെങ്കിൽ അവർക്ക് അമിനോ ആസിഡ്സ്, ന്യൂക്ലിയോടൈഡ്സ്, അതുപോലെ തന്നെ ഓരോ ബാക്ടീരിയാസിനും ഓരോ കോമ്പൗണ്ട്സ് ആണ് എനർജി റിക്വയർമെൻറ്റ്സിന് വേണ്ടി അവർ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതാണ് ഓട്ടോട്രോഫ്സും ഹെട്രോട്രോഫ്സും, അതുപോലെ തന്നെ ഫോട്ടോട്രോഫ്സും കീമോട്രോഫ്സും. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, ബാക്ടീരിയക്ക് കാർബണിൻ്റെ സോഴ്സ് വേണം, നൈട്രജൻ്റെ സോഴ്സ് വേണം, അതുപോലെ തന്നെ കുറച്ച് എന്ത് വേണം, ഇനോർഗാനിക് സാൾട്ട്സ് കൂടി വേണം. സോ ബാക്ടീരിയ റിക്വയർ എ സപ്ലൈ ഓഫ് ഇനോർഗാനിക് സാൾട്ട്സ്. ഇനോർഗാനിക് സാൾട്ട്സ് എന്ന് പറയുമ്പോൾ കാറ്റയോൺസും ഉണ്ട്, നമ്മുടെ ആനിയോൺസും ഉണ്ട്. ആനിയോൺസിന് എക്സാമ്പിൾസ് ആണ് ഫോസ്ഫേറ്റും അതുപോലെ തന്നെ സൾഫേറ്റും. പിന്നെ കാറ്റയോൺസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സോഡിയം, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, അയൺ, കാൽഷ്യം. അങ്ങനെ ഈ പറഞ്ഞ നമ്മുടെ ആനിയോൺസും കാറ്റയോൺസൊക്കെ നമ്മുടെ ബാക്ടീരിയൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ചില അയോൺസ് ഉണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സൾഫേറ്റും ഫോസ്ഫേറ്റും ഒക്കെ കുറച്ച് ബിഗ്ഗർ എമൗണ്ടിൽ ആവശ്യമാണ്. പിന്നെ സ്മോളർ എമൗണ്ടിൽ, അതായത് മൈനർ ട്രേസ് എമൗണ്ടിൽ ആവശ്യമായിട്ട് വരുന്ന ചില കോമ്പൗണ്ട്സ് കൂടി ഉണ്ട്. കോമ്പൗണ്ട്സ് അല്ല അയോൺസ്, അതാണ് കൊബാൾട്ട് പോലുള്ള അയോൺസ്. അപ്പോൾ ആനിയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും പേരോർത്ത് വെക്കുക. ഇതെന്തിനാണ്, ബാക്ടീരിയൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാർബൺ സോഴ്സ്, നൈട്രജൻ സോഴ്സ്, ഇനോർഗാനിക് സോഴ്സ് പറഞ്ഞു. ആ ഇനോർഗാനിക് സോഴ്സിനകത്ത് വന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ചില ബാക്ടീരിയാസിന് എന്താണ്, സർട്ടൈൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിൽ ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്ടീരിയൽ വിറ്റാമിൻസ് എന്ന് പറയുന്നത്. സോ സം ബാക്ടീരിയ റിക്വയർ സർട്ടൈൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ്. ചെറിയ തോതിൽ അവർക്ക് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ബാക്ടീരിയൽ വിറ്റാമിൻസ് എന്ന് പറയാം. മൈന്യൂട്ട് ക്വാണ്ടിറ്റീസിലാണെങ്കിലും അതിൻ്റെ ആബ്സെൻസിൽ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് അവർക്കത് കിട്ടിയേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെന്ത് പറയും, ഗ്രോത്ത് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്ടീരിയൽ വിറ്റാമിൻസ് എന്ന് പറയും. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സാണ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്താണ്, എസെൻഷ്യലാണ്. അതിൻ്റെ ഗ്രോത്ത്, നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് അതിൻ്റെ ആബ്സെൻസിൽ നടക്കുകയില്ല. അപ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് ആക്സസറി ഗ്രോത്ത് ഫാക്ടേഴ്സ്. എന്താണ് ആക്സസറി ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്, ആക്സസറി ഗ്രോത്ത് ഫാക്ടേഴ്സ്. അവർ വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ എൻഹാൻസ് ദ ഗ്രോത്ത് വിത്തൗട്ട് ബീങ് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ ഇറ്റ്. അതായത് അത്രയ്ക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ പോലെ അതിൻ്റെ പ്രസൻസ് ആവശ്യമില്ല, പക്ഷേ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യും. അങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് ആക്സസറി ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണെങ്കിൽ എന്താണ്, അതിൻ്റെ ആബ്സെൻസിൽ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. ആക്സസറി ഗ്രോത്ത് ഫാക്ടേഴ്സ് ആകുമ്പോൾ വേണമെന്നില്ല, പക്ഷെ ഉണ്ടെങ്കിൽ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യും. ഓക്കെ അല്ലേ. ഇനി ബാക്ടീരിയൽ വിറ്റാമിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാമൽസിൻ്റെ ഒക്കെ ന്യൂട്രീഷന് ആവശ്യമായിട്ട് വരുന്ന വൈറ്റമിൻസ് ഇല്ലേ, അത് തന്നെയാണ് ഈ ബാക്ടീരിയൽ വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബി ഗ്രൂപ്പ് വിറ്റാമിൻ, അതായത് തയാമിൻ, റൈബോഫ്ലേവിൻ, പെരിഡോക്സിൻ, നിക്കോട്ടിനിക് ആസിഡ്, ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12, അങ്ങനെ നമ്മുടെ മാമൽസിൻ്റെ ന്യൂട്രീഷൻ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസ് തന്നെയാണ് ബാക്ടീരിയൽ വിറ്റാമിൻസ് എന്നറിയപ്പെടുന്നതും. അപ്പോൾ ഇത്രയാണ് ഇത് ഗ്രോത്ത് റിക്വയർമെൻറ്റ്സിനകത്ത് പറയാനുള്ളത് ബാക്ടീരിയൽ ന്യൂട്രീഷനിൽ. നെക്സ്റ്റ് ഗേഷ്യസ് റിക്വയർമെൻറ്റ്സ് ആണ്. ഇത് നമ്മൾ പഠിച്ചു തന്നെയാണ് അല്ലേ. അതായത് ഓക്സിജൻ്റെ പ്രസൻസ് ആവശ്യമുള്ള ചില മൈക്രോബ്സ് ഉണ്ട്, ആവശ്യമില്ലാത്ത ചില മൈക്രോബ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് നോക്കിയിട്ട് നമ്മുടെ ബാക്ടീരിയാസിനെ രണ്ടാക്കിയിട്ടുണ്ട്, എയറോബ്സും അനേറോബ്സും.
ഇതൊക്കെയാണ് എയറോബ്സും അനേറോബ്സും. ഇതിനകത്ത് എയറോബിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ആവശ്യമാണ്. അനേറോബിക് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആവശ്യമല്ല. ആരാണ് അനേറോബിക് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്? ലൂയിസ് പാസ്ചറാണ് അനേറോബിക് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത്. അപ്പോൾ എയറോബ്സും അനേറോബ്സും. അതിനകത്ത് ഈ എയറോബ്സിന് തന്നെ നമുക്ക് രണ്ടായിട്ടുണ്ടല്ലോ, ഒബ്ലിഗേറ്റ് എയറോബ്സും ഫാക്കൾട്ടേറ്റീവ് എയറോബ്സും. ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഓക്സിജൻ്റെ പ്രസൻസിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറയാം. ദേ ക്യാൻ ഗ്രോ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അതിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. എക്സാമ്പിളാണ് കോളറ, ബാസിലസ്. നെക്സ്റ്റ് ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, നമ്മുടെ ഓക്സിജൻ്റെ പ്രസൻസിലും ഗ്രോ ചെയ്യാം, അതുപോലെ തന്നെ ആബ്സെൻസിലും ഗ്രോ ചെയ്യാം. ഓർഡിനറിലി എയറോബിക് ആണ്, അതായത് ഓക്സിജൻ അവിടെ പ്രസൻ്റ് ആണെങ്കിൽ അതിന് യൂസ് ചെയ്യും, പ്രസൻ്റ് അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതാണ് ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ്. അപ്പോൾ ഒബ്ലിഗേറ്റ് എന്ന് പറയുമ്പോൾ കമ്പൾസറി ആവശ്യമാണ്. ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ആവശ്യമൊന്നും ഇല്ല. നെക്സ്റ്റ് നമ്മുടെ മെഡിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില ബാക്ടീരിയസ് ഉണ്ടല്ലോ, നമ്മൾ ഈ വാക്സിൻ പ്രിപ്പറേഷൻ അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ബാക്ടീരിയസൊക്കെ ഓൾമോസ്റ്റ് വരുന്നത് ഫാക്കൾട്ടേറ്റീവ് അനേറോബിക്സ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്താണ് കേട്ടോ. നെക്സ്റ്റ് ഇനി അനേറോബിക്കിലോട്ട് പോവാണ്. അപ്പോൾ എയറോബിക്കാണ് ഫാക്കൾട്ടേറ്റീവും നമ്മളതുപോലെ തന്നെ ഒബ്ലിഗേറ്റ് എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറി ഉണ്ടായത്. നെക്സ്റ്റ് അനേറോബിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, ഓക്സിജൻ്റെ പ്രസൻസ് ആവശ്യമില്ല, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ് അവർക്ക് വേണ്ടത്. അതിനകത്ത് ഒബ്ലിഗേറ്റ് അനേറോബ്സ് ഉണ്ട്. ഒബ്ലിഗേറ്റ് അനേറോബ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഒബ്ലിഗേറ്റ് അനേറോബ്സ്. ഇങ്ങനെ ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ പ്രസൻസ് വന്നാൽ പ്രശ്നമാണ്. ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഒബ്ലിഗേറ്റ് അനേറോബ്സ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ പ്രസൻസ് വന്നാൽ പ്രശ്നമാണ്. ദേ മേ ഈവൻ ഡൈ ഓൺ എക്സ്പോഷർ ടു ഓക്സിജൻ. അതാണ് ഒബ്ലിഗേറ്റ് അനേറോബ്സ്. അപ്പോൾ എത്ര കാറ്റഗറിയായി? എയറോബ്സ്, അനേറോബ്സ് എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറി. അതിനകത്ത് എയറോബ്സിനകത്ത് തന്നെ ഒബ്ലിഗേറ്റും ഫാക്കൾട്ടേറ്റീവും, പിന്നെ നമ്മുടെ അനേറോബ്സിനകത്ത് തന്നെ ഒബ്ലിഗേറ്റ് അനേറോബ്സ്. ഇനി ഒന്നാണ് മൈക്രോ എയറോഫിലിക് ബാക്ടീരിയ ദാറ്റ് ഗ്രോസ് ബെസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ലോ ഓക്സിജൻ ടെൻഷൻ. അതായത് യൂഷ്വലി ഒരു എയറോബിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന് വേണ്ടത്രയും ഓക്സിജൻ ആവശ്യമില്ല, പക്ഷേ ലോ എമൗണ്ടിൽ ആവശ്യമാണ്. മനസ്സിലായോ? മൈക്രോ എയറോഫിലിക് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക, മൈക്രോ എയറോഫിലിക്. ലോ ലെവലിൽ മാത്രമേ ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫാക്കൾട്ടേറ്റീവ് അനേറോബ് പറഞ്ഞില്ലേ, അവിടെ എന്താ പറഞ്ഞത്? ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും പ്രശ്നമല്ല, ഇല്ലെങ്കിലും പ്രശ്നമല്ല, അങ്ങനെയാണ്. പക്ഷേ മൈക്രോ എയറോഫിലിക് എന്ന് പറയുമ്പോൾ ആവശ്യമാണ്, പക്ഷേ ലോ ലെവലിൽ മാത്രം. അതാണ് മൈക്രോ എയറോഫിലിക്. അപ്പോൾ ഇത്രയാണ് എന്താണ് ഗേഷ്യസ് റിക്വയർമെൻറ്റ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. ഇനി എയറോബ്സിൻ്റെ മെറ്റബോളിക് പ്രോസസ്സ് പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെയാണ് എന്ത് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. എയറോബ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ റെസ്പിറേഷൻ പ്രോസസ്സിൽ എന്താണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് എയറോബിക് റെസ്പിറേഷനകത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെയാണ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഇതാണ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററായിട്ട് യൂസ് ചെയ്യുന്നുള്ള ആരെയാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെയാണ്. പിന്നെ എന്താണ് നമ്മുടെ ആ കാറ്റഗറിയിൽ എയറോബ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എനർജി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് എനർജി റിച്ച് ഫോസ്ഫേറ്റ് ബോണ്ട്സ് ആൻഡ് ദ കൺവേർഷൻ ഓഫ് ADP ടു ATP. അവിടെ എനർജി എങ്ങനെ കിട്ടുന്നത്? ADPനെ ATP ആക്കി മാറ്റുന്നു. എങ്ങനെ? എനർജി റിച്ച് ഫോസ്ഫേറ്റ് ബോണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ATP ആയിട്ട് മാറുന്നു. ADP എന്ന് പറയുമ്പോൾ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഇതേതിൻ്റെ കേസിലാണ്? എയറോബ്സിൻ്റെ കേസിൽ. ഈ പ്രോസസ്സിന് നമ്മൾ എന്ത് പറയും? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറയും. ഇത് എയറോബ്സ്. നെക്സ്റ്റ് അനേറോബ്സിൻ്റെ റെസ്പിറേഷനിൽ വരികയാണെങ്കിൽ ഇവിടെ ഓക്സിജൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഓക്സിജൻ എന്തായിട്ട് ഇലക്ട്രോൺ ആക്സെപ്റ്ററായിട്ട് ഇവിടെ പങ്കെടുക്കുന്നില്ല. അതിന് പകരം ഇവിടെ നൈട്രേറ്റ്സ് അല്ലെങ്കിൽ സൾഫേറ്റ്സ് ആണ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്. ആരൊക്കെയാണ്? ഇനോർഗാനിക് സോൾട്സ് ആയിട്ടുള്ള നൈട്രേറ്റ്സ് അല്ലെങ്കിൽ സൾഫേറ്റ്സ് ആണ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത്. ഏത് കേസിൽ? അനേറോബിക് റെസ്പിറേഷൻ്റെ കേസിൽ. നമ്മൾ ഈ അനേറോബിക് റെസ്പിറേഷൻ അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫെർമെൻറ്റേഷൻ. ഈ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന ടേമും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ലൂയിസ് പാസ്ചർ. സോ അനേറോബിക് റെസ്പിറേഷനാണ് ഇതിനകത്ത് നടക്കുന്നത്, അനേറോബിക് ബാക്ടീരിയനകത്ത്. ഇവിടെ ഫെർമെൻറ്റേഷൻ എന്നാണ് അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര്. ഇവിടെ ശരിക്ക് നമ്മുടെ ഫെർമെൻറ്റേഷനകത്ത് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എൻസൈംസിൻ്റെ സഹായത്തോടുകൂടി സിംപ്ലർ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു. കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ സിംപ്ലർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു. ഏതിനകത്ത്? ഫെർമെൻറ്റേഷനകത്ത്. ആരുടെ ഹെൽപ്പോടു കൂടി? എൻസൈംസിൻ്റെ ഹെൽപ്പോടു കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ സിംപ്ലർ ആക്കി മാറ്റുന്നു. അതാണ് ശരിക്കും ഫെർമെൻറ്റേഷനകത്ത് നടക്കുന്നുള്ളത്. കോംപ്ലക്സ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇങ്ങനെ നമ്മുടെ കോംപ്ലക്സ് മോളിക്യൂൾസ് സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് വരുമ്പോൾ ഒരുപാട് എൻഡ് പ്രൊഡക്ട്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് മോളിക്യൂളിനെ നമ്മൾ സിംപ്ലർ ഫോമിലേക്ക് എത്തുമ്പോൾ കുഞ്ഞു കുഞ്ഞു സ്മോൾ മോളിക്യൂൾസ് അവിടെ ഫോം ചെയ്യില്ലേ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന എൻഡ് പ്രൊഡക്ട്സ് കോമൺലി ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൽക്കഹോൾസും അതുപോലെ തന്നെ ഓർഗാനിക് ആസിഡ്സും ആണ്. കോമൺലി ഉണ്ടാകുന്ന പ്രൊഡക്ട്സാണ് ഓർഗാനിക് ആസിഡ്സും അതുപോലെ തന്നെ ആൽക്കഹോൾസും അതുപോലെ തന്നെ ഗ്യാസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ. പിന്നെ നമ്മൾ അതിനൊരു എക്സാമ്പിളാണ് ഇതുപോലെ അനേറോബിക് ഫെർമെൻറ്റേഷൻ ചെയ്യുന്നൊരു ബാക്ടീരിയൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ എസ്ട്രീഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ. ഇത് ലാക്ടോസിനെ ഫെർമെൻറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെയും ഫെർമെൻറ്റ് ചെയ്യാറുണ്ട്. ഇവിടെയും എങ്ങനെയാണ് ഇവർക്ക് എനർജി കിട്ടുന്നത്? നമ്മുടെ എ ഡി പിനെ എ ടി പി ആക്കി മാറ്റുന്നു. നേരത്തെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനിൽ ചെയ്ത പോലെ തന്നെയാണ് എ ഡി പിനെ എ ടി പി ആയി കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇവർക്ക് എനർജി കിട്ടുന്നുള്ളത്. ഈ പ്രോസസ്സിനൊക്കെ പറയുന്നത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ എന്നാണ്. അനേറോബിക്കിൻ്റെ കേസിൽ അത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷനും എയറോബ്സിൻ്റെ കേസിൽ അത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനുമാണ്. ഈ രണ്ട് പേര് ഓർത്ത് വെക്കുക, ഈ രണ്ട് ടേം ഓർത്ത് വെക്കുക. ഇനി എല്ലാ ബാക്ടീരിയാസിനും കുറച്ച് എമൗണ്ടിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു ബാക്ടീരിയാസിന് ഒരു കാർബൺ സോഴ്സ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ബാക്ടീരിയാസിനും കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ് അവരുടെ ഗ്രോത്തിന്. പിന്നെ ചില പർട്ടിക്കുലർ ബാക്ടീരിയാസ് ഉണ്ട്, അവർ ഹയർ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൽ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അതിന് എക്സാമ്പിളാണ് ക്യാപ്നോഫിലിക്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ക്യാപ്നോഫിലിക് എന്ന് വെച്ചാൽ നമ്മുടെ ഓക്സിജൻ്റെ പ്രസൻസ് ആവശ്യമില്ല, പകരം എന്ത് വേണം? ഹയർ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അതിന് എക്സാമ്പിളാണ് ബ്രൂസെല്ല അബോട്ടസ്. ആ പേര് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആണ് ടെമ്പറേച്ചർ റിക്വയർമെൻറ്റ്സ്. ഓരോ ഓർഗാനിസത്തിനും അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആവശ്യമാണ്. ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നിന്ന് ടെമ്പറേച്ചർ കൂടിയാലും ടെമ്പറേച്ചർ കുറഞ്ഞാലും അതിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബാക്ടീരിയ വാരി ഇൻ ദർ റിക്വയർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ഫോർ ഗ്രോത്ത്. അല്ല, എല്ലാ ബാക്ടീരിയാസിനും ഒരേ റേഞ്ചല്ല ആവശ്യം, ഓരോരുത്തർക്ക് ഓരോ പർട്ടിക്കുലർ റേഞ്ചാണ്. ആ റേഞ്ചിനെയാണ് നമ്മൾ കറക്റ്റായിട്ട് വേറൊരു ടേമിലൂടെ പറയുക. അതാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ആ ഒപ്റ്റിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ റേഞ്ചിലാണ് നമ്മുടെ ബാക്ടീരിയാസ് അതിൻ്റെ ബെസ്റ്റ് ഗ്രോത്ത് കാണിക്കുന്നുള്ളത്. അതിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയാം. ഈ ഒപ്റ്റിമം ടെമ്പറേച്ചറിൻ്റെ മേലെ, അതായത് അതിൽ കൂടുതൽ ടെമ്പറേച്ചർ വന്നാലും അതിൽ കുറവ് ടെമ്പറേച്ചർ വന്നാലും നമ്മുടെ ബാക്ടീരിയക്ക് നല്ല ഗ്രോത്ത് കാണിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒപ്റ്റിമം ടെമ്പറേച്ചർ മനസ്സിലായല്ലോ. അപ്പോൾ ഈ 37 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മോസ്റ്റ് പാത്തോജനിക് ബാക്ടീരിയാസിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ റേഞ്ച് എന്താണ്? ഒപ്റ്റിമം ടെമ്പറേച്ചർ മനസ്സിലായില്ലേ. ഇനി ചില ബാക്ടീരിയാസ് ഉണ്ട്, അവരെ നമ്മൾ എന്ത് വിളിക്കും? മീസോഫിലിക് എന്ന് വിളിക്കും. അതായത് ഒരു 25 to 40 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയസിനെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് വിളിക്കും? മീസോഫിലിക് എന്ന് വിളിക്കും. ഇനി ചില ബാക്ടീരിയാസ് ഉണ്ട്, അവർ ഈ 20 ഡിഗ്രി സെൽഷ്യസിന് താഴെ, അതായത് കോൾഡ് എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയാസാണ്. അവരെ സൈക്രോഫിലിക് എന്ന് വിളിക്കും. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് സൈക്രോഫിലിക്കും, നമ്മുടെ റെഫ്രിജറേറ്റേഴ്സിലൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ഉണ്ടാകുന്നത് സൈക്രോഫൈൽസ് ആണ്. നെക്സ്റ്റ് നമ്മുടെ നോർമൽ, അതായത് 25 to 40 ഡിഗ്രി സെൽഷ്യസിൽ കാണുന്നത് മീസോഫിലിക് ആണ്. ഇനി 40 കഴിഞ്ഞൊരു 50 ഡിഗ്രി സെൽഷ്യസിന് എബവ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചറിൽ, അതായത് എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചറിനകത്ത് കാണപ്പെടുന്ന ബാക്ടീരിയാസിനെ നമ്മൾ തെർമോഫൈൽസ് എന്ന് വിളിക്കും. സോ തെർമോഫിലിക് ബാക്ടീരിയ ആർ ദോസ് വിച്ച് ഗ്രോ ബെസ്റ്റ് അറ്റ് ഹയർ ടെമ്പറേച്ചേഴ്സ്. അതിനെയാണ് നമ്മൾ തെർമോഫൈൽസ് എന്ന് പറയാം. അപ്പോൾ മനസ്സിലായില്ലേ? തെർമോഫൈൽസ്, മീസോഫൈൽസ്, സൈക്രോഫൈൽസ്, ഈ 3 ക്ലാസിഫിക്കേഷനാണ് ടെമ്പറേച്ചർ റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിലുള്ളത്. അപ്പോൾ നമ്മൾ ഓക്സിജൻ റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഗേഷ്യസ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർമെൻറ്റും അതുപോലെ തന്നെ ഓക്സിജൻ റിക്വയർമെൻറ്റും പറഞ്ഞു. പിന്നെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് പറഞ്ഞു. പിന്നെ ഇത് കൂടാണ്ട് കുറച്ച് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് മോയ്സ്ചർ ആവശ്യമുള്ള ബാക്ടീരിയാസ് ഉണ്ട്, ആവശ്യമില്ലാത്ത ബാക്ടീരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ pH, ലൈറ്റ്, ഓസ്മോട്ടിക് എഫക്റ്റ്, സ്ട്രെസ്സ്, അയോണിക് സ്ട്രെസ്സ്, ഇതുപോലുള്ള ചില ഫാക്ടേഴ്സും നമ്മുടെ ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് ഈ ആർട്ടിക്കിളിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ന്യൂട്രീഷൻ എന്താണെന്നും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാ ഓർഗാനിസത്തിനും എന്ത് വേണം? ഒരു എനർജി സോഴ്സ് വേണം അല്ലേ? ആ എനർജി സോഴ്സായിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്നുള്ളത് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ആ എനർജിക്ക് ചില ബാക്ടീരിയാസ് എന്ത് യൂസ് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻസിലൂടെ എനർജി ഡിറൈവ് ചെയ്യും. ചിലത് സൺലൈറ്റിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യും. അപ്പോൾ അങ്ങനെ കെമിക്കൽസിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യാനാണ് നമ്മൾ കീമോട്രോപ്സ് എന്ന് പറഞ്ഞത്. സൺലൈറ്റിൽ നിന്നാണെങ്കിൽ അത് ഫോട്ടോട്രോപ്സ് ആയി. അതാണ് മെയിനായിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് ഈ കീമോട്രോപ്സിനായാലും ഫോട്ടോട്രോപ്സിനായാലും കാർബൺ സോഴ്സാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അത് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്ന കീമോട്രോപ്സിനെ നമ്മൾ എന്ത് പറയും? കീമോ ഹെറ്ററോട്രോപ്സ് എന്ന് പറയും. കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണെങ്കിൽ കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറയും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫോട്ടോട്രോപ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? സൺലൈറ്റിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്നവർ. കീമോട്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? കെമിക്കൽ കോമ്പൗണ്ട്സിൽ നിന്ന് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്നവർ. നെക്സ്റ്റ് ലിത്തോട്രോപ്സ് ഉണ്ട്. ലിത്തോട്രോപ്സ് എന്ന് പറയുമ്പോൾ സം ഓഫ് ദി ഓർഗാനിസംസ് can use reduced organic compounds as electron donors ആയിട്ട് reduced organic compoundsനെ യൂസ് ചെയ്യാൻ സാധിക്കും. അവരെയാണ് നമ്മൾ ലിത്തോട്രോപ്സ് എന്ന് പറയാം. എന്താണ്? റിഡ്യൂസ്ഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ലിത്തോട്രോപ്സ്. അപ്പോൾ ഓർഗാനോട്രോപ്സ് എന്ന് പറയുമ്പോഴോ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നവർ. മനസ്സിലായല്ലോ? എന്താണ് ലിത്തോട്രോപ്സ് എന്ന് പറയുമ്പോൾ റിഡ്യൂസ്ഡ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓർഗാനോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഈ ലിത്തോട്രോപ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. കീമോ ലിത്തോട്രോപ്സും ഫോട്ടോ ലിത്തോട്രോപ്സും. ഈ ഓർഗാനോട്രോപ്സും 2 ടൈപ്പ് ഉണ്ട്. കീമോ ഓർഗാനോട്രോപ്സും ഫോട്ടോ ഓർഗാനോട്രോപ്സും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോട്ടോ ലിത്തോട്രോപ്സ് എന്ന് പറയുമ്പോൾ ദേ വിൽ ഗെയിൻ എനർജി ഫ്രം ലൈറ്റ്. എനർജി എവിടെ നിന്നാണ്? ലൈറ്റിൽ നിന്നാണ്. അവരുടെ ഇലക്ട്രോൺ ഡോണേഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? റിഡ്യൂസ്ഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഇലക്ട്രോൺ ഡോണേഴ്സായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഫോട്ടോ ലിത്തോട്രോപ്സ്. ഫോട്ടോ ഓർഗാനോട്രോപ്സ് എന്ന് പറയുമ്പോൾ സൺലൈറ്റിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്നു. അവിടെ ഇലക്ട്രോൺ ഡോണേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും. കീമോ ലിത്തോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഇവർ എന്താണ്? കെമിക്കൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിൽ നിന്നാണ് എനർജി ഡിറൈവ് ചെയ്യുന്നുള്ളത്. ഇലക്ട്രോൺ ഡോണേഴ്സ് ആരാണ്? റിഡ്യൂസ്ഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. കീമോ ഓർഗാനോട്രോപ്സ് എന്ന് പറയുമ്പോൾ ദേ ഗെയിൻ എനർജി ഫ്രം കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആക്ട് ആസ് ദി ഇലക്ട്രോൺ ഡോണേഴ്സ്. അപ്പോൾ ഇത്രയാണ് ഈ പറഞ്ഞ 4 ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇലക്ട്രോൺ ഡോണേഴ്സിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് കാർബൺ സോഴ്സസിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇതാണ് കാർബൺ സോഴ്സ്. സോ എല്ലാ ഓർഗാനിസത്തിലും നമ്മൾ പറഞ്ഞു എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് ചെറിയൊരു എമൗണ്ടിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും അവരുടെ സോൾ സോഴ്സ് ഓഫ് കാർബൺ അല്ലേ? ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ സ്വയം എന്താണ്? അവർക്ക് വേണ്ട മെറ്റബോളൈറ്റ്സ് ഒക്കെ അവർ തന്നെ സിന്തസൈസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയുള്ള ഓട്ടോട്രോപ്സിൻ്റെ കാർബൺ സോഴ്സ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് ഹെറ്ററോട്രോപ്സ്. ഹെറ്ററോട്രോപ്സിന് അവരെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനല്ല എന്താണ് കാർബൺ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്, പകരം ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ്. അപ്പോൾ ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്വയം മെറ്റബോളൈറ്റ്സ് സിന്തസൈസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ഓർക്കുക കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോൾ സോഴ്സ് ഓഫ് കാർബൺ. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ, അവർക്ക് സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് സർവൈവ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ സോഴ്സായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം എന്തിനെയാണ് യൂസ് ചെയ്യുന്നത്? ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ്. ഈ ഓട്ടോട്രോപ്സ് തന്നെ എഗെയിൻ എന്താണ്? ഫോട്ടോട്രോപ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫോട്ടോട്രോപ്സ്, കീമോ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓട്ടോട്രോപ്സിനകത്ത് ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്താണെന്ന് നോക്കാം. ഫോട്ടോ ഓട്ടോട്രോപ്സ് അപ്പോൾ എനർജി എവിടെ നിന്നായിരിക്കും? സൺലൈറ്റിൽ നിന്നായിരിക്കും. കാർബൺ സോഴ്സ് ആരായിരിക്കും? ഓട്ടോട്രോപ്സ് ആയതുകൊണ്ട് കാർബൺ സോഴ്സ് ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. എനർജി എവിടെ നിന്നായിരിക്കും? ഫോട്ടോ ഓട്ടോട്രോപ്സ് ആയതുകൊണ്ട് സൺലൈറ്റിൽ നിന്നായിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പർപ്പിൾ സൾഫർ ബാക്ടീരിയ. എന്താണ് പർപ്പിൾ സൾഫർ ബാക്ടീരിയ? ഈ ബാക്ടീരിയക്ക് ഒരു ക്ലോറോഫിൽ ഉണ്ട്. അതിനാണ് നമ്മൾ ബാക്ടീരിയ ക്ലോറോഫിൽ എന്ന് പറഞ്ഞത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ടീരിയക്കകത്ത് എന്താണ്? ഇതൊരു പ്രൊക്കാരിയോട്സ് ആണ്, ഇതിനകത്ത് ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഇല്ലാന്ന്. പക്ഷേ പർപ്പിൾ സൾഫർ ബാക്ടീരിയനകത്ത് എന്തുണ്ട്? ഒരു പിഗ്മെൻ്റ് ഉണ്ട്. അത് എന്താണ്? ബാക്ടീരിയ ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റ്. എവിടെയാണെന്ന് വെച്ചാൽ
ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ ആ പിഗ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് എനർജി ഡിറൈവ് ചെയ്യുന്നത് സൾഫർ കോമ്പൗണ്ട്സിൽ നിന്നാണ്. സോ പർപ്പിൾ സൾഫർ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ സൾഫർ കോമ്പൗണ്ട്സിൽ നിന്ന് എനർജി എന്ത് ചെയ്യുന്നു, ഒബ്റ്റെയിൻ ചെയ്യുന്നു. അതാണ് പർപ്പിൾ സൾഫർ ബാക്ടീരിയ. നെക്സ്റ്റ് ആണ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ. എന്താണ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ? ദീസ് ബാക്ടീരിയ ടേക്ക് ഹൈഡ്രജൻ ഫ്രം ഇനോർഗാനിക് സോഴ്സസ് ലൈക്ക് സൾഫൈഡ്സ് ആൻഡ് തയോസൾഫേറ്റ്സ്. അപ്പോൾ ഇവിടെ ഇനോർഗാനിക് സോഴ്സസിൽ നിന്നാണ് ഇവർ ഹൈഡ്രജന് ടേക്ക് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് കീമോ ഓട്ടോട്രോഫ്സ്. കീമോ ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ നിന്നായിരിക്കും എനർജി. ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും അതിൻ്റെ സോൾ സോഴ്സ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കീമോ ഓട്ടോട്രോഫ്സും ഫോട്ടോട്രോഫ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയൻ്റെ എഗെയിൻ, അതായത് ഓട്ടോട്രോഫ്സ് ഹെറ്ററോട്രോഫ്സ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഓട്ടോട്രോഫ്സിനകത്ത് തന്നെ നമ്മൾ ഫോട്ടോട്രോഫ്സും ഓട്ടോട്രോഫ്സും കണ്ടു. ഇവിടെ അതുപോലെ തന്നെ ഫോട്ടോ ഹെറ്ററോട്രോഫ്സും കീമോ ഹെറ്ററോട്രോഫ്സും എല്ലാം ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിന് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് കീമോ ഓട്ടോട്രോഫ്സിൻ്റെ 3 ഡിഫറെൻറ്റ് ടൈപ്സ്. അതാണ് സാപ്രോഫൈറ്റിക്കും പാരാസൈറ്റിക്കും സിംബയോട്ടിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാമ്പിളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കി വെക്കാം. ഇനി ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇതാണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ് ആക്സിസിനകത്ത് ടൈം എടുത്തു, ഇവിടെ എത്ര ബാക്ടീരിയ ഉണ്ട് എന്ന് എടുത്തു, നമ്പർ ഓഫ് ബാക്ടീരിയയും. അത് വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ ടൈം എടുത്തു. അങ്ങനെ എടുത്താൽ ആദ്യം നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഇങ്ങനെ ആയിരിക്കും. അതിന് നമ്മളെന്ത് പറയും, ലാഗ് ഫേസ്. പിന്നെ പെട്ടെന്ന് അത് ഇൻക്രീസ് ചെയ്യും, എന്നിട്ട് അത് വീണ്ടും ഒരു സ്റ്റേഷനറി ഫേസിൽ വരും, പിന്നെ അത് പെട്ടെന്ന് കുറഞ്ഞു തുടങ്ങും. അതാണ് ഡിക്ലൈൻ ഫേസ്. അപ്പോൾ നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് നടക്കുന്നുള്ളത് 4 ഫേസിനകത്താണ്. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഡിക്ലൈൻ ഫേസ്. എന്താണ് ലാഗ് ഫേസ്, ലോഗ് ഫേസ്, അതുപോലെ തന്നെ സ്റ്റേഷനറി ഫേസ്, അതുപോലെ തന്നെ ഡിക്ലൈൻ ഫേസ്. അതിൻ്റെ ന്യൂട്രീഷണൽ എൻവയോൺമെൻറ്റാണ് ഈ ബാക്ടീരിയൽ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നുള്ളത്. നമ്മൾ പറഞ്ഞു നമ്മളൊരു സോളിഡ് മീഡിയ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് മീഡിയതിനകത്ത് ഗ്രോത്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രോത്ത് നടക്കുകയില്ല, കാരണം അവിടെ ന്യൂട്രിയൻസ് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ എവിടെയാണെങ്കിലും അതിൻ്റെ ന്യൂട്രീഷണൽ എൻവയോൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ബാക്ടീരിയൽ ഗ്രോത്ത് നടക്കുന്നുള്ളത്. വെൻ സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഈസ് ദെയർ, കറക്റ്റ് അതിന് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ ആ ബാക്ടീരിയ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്താൽ ഇറ്റ്സ് ഗ്രോത്ത് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് വിച്ച് അലോ ഡെഫിനിറ്റ് കോഴ്സ്. അപ്പോൾ നമ്മൾ കറക്റ്റ് എന്താണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 4 ഫേസിലൂടെ ആയിരിക്കും കടന്നു പോവുക. മനസ്സിലായാലും ആദ്യം ഒരു ലോഗ് ഫേസ്, അതായത് നമ്മുടെ ബാക്ടീരിയനെ ഒരു മീഡിയത്തിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യാണ്. അങ്ങനെ പെട്ടെന്ന് ആ മീഡിയത്തിലോട്ട് വന്നാൽ അത് അങ്ങോട്ട് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും തുടങ്ങില്ല. നമ്മൾ പറഞ്ഞു അതിനൊരു സർട്ടൻ ഒരു സൈസ് എത്തണം, അതുപോലെ തന്നെ ആ മീഡിയ ആയിട്ടൊന്ന് പൊരുത്തപ്പെടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാഗ് ഫേസിൽ ഇട്ട പാടുക കണ്ടില്ലേ, ഇവിടെ ബാക്ടീരിയൽ നമ്പർ കൂടുന്നുണ്ടോ, അതോ ഇവിടെ തന്നെ അത് എത്രയാണ് ബാക്ടീരിയൽ നമ്പർ ഉള്ളത്, അതിനൊരു മാറ്റവും വരുന്നില്ല. അതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ടൈം പോകും തോറും. ടൈം 0 ആയിരുന്നു, ഇത്രയും വരെ അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. കാരണം എന്താണ്, അത് ആ മീഡിയ ആയിട്ടൊന്ന് പൊരുത്തപ്പെടുകയാണ്, ഒന്ന് പ്രിപ്പയർ ചെയ്യാണ്, ഒന്ന് റെഡിയായി വരികയാണ്. ആ മീഡിയ ആയിട്ടൊന്ന് നമ്മൾ തന്നെ അങ്ങനെയല്ലേ, ഒരു പുതിയൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആക്റ്റീവ് ആവില്ലല്ലോ, ഒന്ന് നമുക്ക് ആ സ്ഥലമായിട്ട് പൊരുത്തപ്പെട്ട് വരണം. അതാണ് ലാഗ് ഫേസ്. എന്നിട്ട് അതൊന്ന് റെഡിയായി വന്നാൽ പിന്നെ കണ്ടില്ല ലോഗ് ഫേസ്. നമ്പർ ഇവിടുന്ന് ഇവിടം വരെ അങ്ങ് കുതിച്ച് പൊങ്ങുവാണ്. ടൈം പോകുന്നതിനനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ കൂടി വന്ന് ഗ്രോത്ത് കൂടി വന്ന് ഇങ്ങനെ ഒരു ഫേസ്. അതാണ് നമ്മൾ ലോഗ് ഫേസ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ അല്ലേ. അങ്ങനെ എക്സ്പോണൻഷ്യൽ ഫേസിൽ എത്തിക്കഴിഞ്ഞ് ആ ഒരു സമയമാകുമ്പോൾ ഏകദേശം എന്തായി, നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് വരലായി. അപ്പോൾ പിന്നെ അവർ സ്റ്റേഷനറി ഫേസിലോട്ട് വരും. അതായത് പിന്നെ വലിയ ഗ്രോത്തും കാണിക്കില്ല, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും, പിന്നെ നമ്പർ കൂടുന്നില്ല. പിന്നെ സ്റ്റേഷനറി ഫേസിൻ്റെ അവസാനമാകുമ്പോൾ എന്താവും, അവിടുത്തെ ന്യൂട്രിയൻസ് ഒക്കെ എന്താണ് ഡിപ്ലേറ്റ് കഴിഞ്ഞു, അതായത് ഏകദേശം യൂസ് ചെയ്ത് കഴിഞ്ഞു, വേസ്റ്റൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോഴെന്താണ് ബാക്ടീരിയൽ ഗ്രോത്ത് മെല്ലെ കുറയാൻ തുടങ്ങും, അല്ലെ ഡെഡ് സെല്ലായി മാറാൻ തുടങ്ങും. അവരുടെ ആ ഒരു ലൈഫ് സൈക്കിൾ കഴിഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്യും, മെല്ലെ ഡിക്ലൈൻ ഫേസിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഡെത്ത് ഫേസിലോട്ട് വരികയാണ്. ഇതാണ് നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ഫേസിനെ കുറിച്ച് നോക്കാം. ലാഗ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, 1 to 4 hours-ആണ്. 1 to 4 hours-ആണ്. അതായത് ആ ബാക്ടീരിയ നമ്മൾ കൊടുത്ത ആ ഗ്രോത്ത് കണ്ടീഷനിൽ ഒന്ന് അഡാപ്റ്റ് ആവുകയാണ് ചെയ്തത്. പോയപാട് അവർ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങില്ല, ഒന്ന് അഡാപ്റ്റ് ചെയ്യണം. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ പീരിയഡ് വേർ ദ ഇൻഡിവിജ്വൽ ബാക്ടീരിയ ആർ മെച്യൂറിങ് ആൻഡ് നോട്ട് ഏബിൾ ടു ഡിവൈഡ്. അതായത് അവിടെ ഡിവൈഡ് ചെയ്യേണ്ട ആ ഒരു മെച്യൂർ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല.
പറഞ്ഞല്ലോ, അവർക്കൊരു സർട്ടൻ സൈസ് അച്ചീവ് ചെയ്യണം, എന്നാൽ മാത്രമേ അവർ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എന്ത് നമ്മുടെ ലാഗ് ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഡ്യൂറിങ് ലാഗ് ഫേസിലാണ് നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് സൈക്കിൾ RNA സിന്തസൈസ്, എൻസൈംസിൻ്റെ സിന്തസൈസ്, അതുപോലെ തന്നെ അതർ മോളിക്യൂൾസിൻ്റെ സിന്തസൈസ്, ഇതൊക്കെ നടക്കുന്നുള്ളത് ഈ ലാഗ് ഫേസിലാണ്. അവർ ഡിവൈഡ് ചെയ്യുന്നില്ല, പക്ഷേ ഇതിൻ്റെയൊക്കെ സിന്തസൈസ് അവിടെ നടക്കുന്നുണ്ട്. അതായത് നെക്സ്റ്റ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ ആ ഒരു പ്രിപ്പറേഷനാണ് ലാഗ് ഫേസിനകത്ത് നടക്കുന്നുള്ളത്. ഓർത്തുവെക്കുക 1 to 4 hours ആണ്. അതെല്ലാ ബാക്ടീരിയാസിനും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, എങ്കിലും ഇവിടെ കൊടുത്തത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇനി കണ്ടല്ലോ, ഈ ലെങ്ത് ഓഫ് ദിസ് ഫേസ്, അതായത് ഈ ബാക്ടീരിയൽ സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ലെങ്ത് ഓഫ് ഫേസ് എത്രയാണെന്ന്. ഇതിവിടെ 1 to 4 hours കൊടുത്തു നമ്മൾ. ചിലത് ഇതിൽ കൂടാൻ സാധ്യതയുണ്ട്, കാരണം അത് നമ്മൾ കൊടുത്തിരിക്കുന്ന മീഡിയം, അതുപോലെ തന്നെ അവിടുത്തെ pH, ടെമ്പറേച്ചർ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്തിൻ്റെ ലാഗ് ഫേസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലാഗ് ഫേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അവരെന്താണ് ആ ഗ്രോത്ത് കണ്ടീഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാണ് ലാഗ് ഫേസിനകത്ത് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് ലോഗ് ഫേസ്, അറൗണ്ട് 8 hours ആണ് ലോഗ് ഫേസിനകത്ത് വരുന്നുള്ളത്. ഈ ലോഗ് ഫേസ് എന്ന് വെച്ചാൽ ലോഗരിതമിക് ഫേസ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയാം. ഇവിടെയാണ് നമ്മുടെ സെല്ല് ഡബിൾ ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മുടെ ആ നമ്പർ ഇങ്ങനെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതിനെയാണ് സെൽ ഡബിൾ ചെയ്യുന്നു വെച്ചാൽ ഡിവൈഡ് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ നമ്പർ ഓഫ് ബാക്ടീരിയ എന്താണ്, യൂണിറ്റ് ടൈമിൽ ഇൻക്രീസ് ചെയ്യും, പ്രൊപ്പോർഷണലാണ്. സോ ദ നമ്പർ ഓഫ് ന്യൂ ബാക്ടീരിയ അപ്പിയറിംഗ് പെർ യൂണിറ്റ് ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രസൻറ്റ് പോപ്പുലേഷൻ. അതിങ്ങനെ ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ ഡബിൾ ചെയ്ത് വരികയാണ്. ഇതിനകത്ത് ലോഗ് ഫേസ്. If growth is not limited, doubling will continue until at a constant rate. So both the number of cells and the population increase doubles with each consecutive time period. Doubling ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് പ്ലോട്ടിംഗ് ദ നാച്ചുറൽ ലോഗരിതം ഓഫ് സെൽ നമ്പർ അഗെയിൻസ്റ്റ് ടൈം പ്രൊഡ്യൂസസ് എ സ്ട്രേറ്റ് ലൈൻ. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ലോഗ് ഫേസ് ഇങ്ങനെ വന്നിട്ട് എക്സ്പോണൻഷ്യൽ ഫേസ് ഇങ്ങനെയല്ലേ ഉണ്ടായത്. അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ മെഷർ ഓഫ് നമ്പർ ഓഫ് ഡിവിഷൻസ് പെർ സെൽ പെർ യൂണിറ്റ് ടൈം. അതായത് ഒരു സെല്ല് എത്രത്തോളം ഡിവൈഡ് ചെയ്യുന്നു യൂണിറ്റ് ടൈമിൽ എന്ന് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, ഗ്രോത്ത് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്താണ്, കുറേ നേരത്തേക്ക് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ന്യൂട്രിയൻസ് ഒക്കെ ഡിപ്ലീറ്റ് ചെയ്ത് പോകും, അതുപോലെ തന്നെ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അവർ മെല്ലെ സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങും. അതായത് സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ആവും. പിന്നെ എന്താണ്, പിന്നെ അങ്ങോട്ട് സെൽ നമ്പർ കൂടുന്നില്ല, ബാക്ടീരിയൽ സെൽ നമ്പർ കൂടുന്നില്ല. അതാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്, ഗ്രോത്ത് ലിമിറ്റിംഗ് ഫാക്ടറാണ്. എന്തുകൊണ്ടാണ്, ന്യൂട്രിയൻ ഡിപ്ലീഷൻ നടക്കുന്നു, അതുപോലെ തന്നെ ഇൻഹിബിറ്ററി കോമ്പൗണ്ട്സ് അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു. അതൊക്കെ കൊണ്ടുവരുന്നതും സ്റ്റേഷനറി ഫേസിലോട്ട് കടക്കും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഈ സ്റ്റേഷനറി ഫേസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നതാണ് ഡിക്ലൈൻ ഫേസ്. ഡിക്ലൈൻ ഫേസ് എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂട്രിയൻസ് തീർന്നു. നേരത്തെ ഡിപ്ലീഷൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവർ സ്റ്റേഷനറി ആയതാണ്, അതായത് സ്റ്റാറ്റിക് ആയതാണ്. ഇവിടെ ന്യൂട്രിയൻസ് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ബാക്ടീരിയ എന്തായും ഡൈ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്പർ കുറഞ്ഞു വരും. ഇതാണ് ഏത്, ഡിക്ലൈൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് കർവിനകത്ത് വരുന്നുള്ളത്. ഇനി നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ് ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ. നമ്മൾ പഠിച്ചല്ലേ ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതാണ് ആദ്യം ലോഗ് ഫേസ്, ലാഗ് ഫേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ന്യൂട്രിയൻ്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ബാക്ടീരിയൻ്റെ ഗ്രോത്ത് അവിടെ നടക്കില്ല. പിന്നെ ടെമ്പറേച്ചർ ഉണ്ട്, ഗേഷ്യസ് കോൺസെൻട്രേഷൻ ഉണ്ട്. ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെർമോഫിലിക് ഉണ്ട്, സൈക്രോഫിലിക് ഉണ്ട്, മീസോഫിലിക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അത് തന്നെയാണ് ഗേഷ്യസ് കോൺസെൻട്രേഷനും അത് തന്നെയാണ്. അതായത് ചിലതിന് കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ചിലതിന് ഓക്സിജൻ വേണം, ചിലതിന് ഓക്സിജൻ്റെ പ്രസൻസ് ആവശ്യമില്ല. അതാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് അത് തന്നെ. പിന്നെ പി എച്ചിനകത്തും അങ്ങനെ തന്നെയാണ്. ഹാലോഫൈൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ അസിഡോഫൈൽസ് ഉണ്ട്, ആൽക്കലോഫൈൽസ് ഉണ്ട്. അതാണ് പി എച്ചിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. അതായത് ആസിഡ് പി എച്ചിനകത്ത് സർവൈവ് ചെയ്യുന്ന മൈക്രോബ്സ് ആണ്, ബാക്ടീരിയ ആണ് എന്താണ് അസിഡോഫൈൽസ്. ആൽക്കലോഫൈൽസ് എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ പി എച്ചിനകത്ത് സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഓരോ ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാറുണ്ട്. ഫസ്റ്റ് ന്യൂട്രിയൻ്റ് കോൺസെൻട്രേഷൻ. അപ്പോൾ ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി, അതായത് ന്യൂട്രിയൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു. ഇവിടെ സ്പെസിഫിക് ഗ്രോത്ത് റേറ്റ് ആണ്. കണ്ടില്ലേ, ആദ്യം നമുക്ക് കിട്ടിയ ഒരു സ്ട്രേറ്റ് ലൈനാണ്. ഇവിടെ കറക്റ്റ് എന്തുണ്ട്,
ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. ഇഫ് ദ കൾച്ചർ മീഡിയ ഇസ് റിച്ച് ഇൻ ഗ്രോത്ത് പ്രൊമോട്ടിംഗ് സബ്സ്റ്റൻസസ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ഒക്കെ ഫാസ്റ്റർ. അതായത് നമ്മുടെ ന്യൂട്രിയൻസിനകത്ത് ഒരുപാട് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞത് ഫാസ്റ്റർ ആയിരിക്കും. ഇനി ന്യൂട്രിയൻ്റ് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ അവിടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. പിന്നെ ഡിഫറെൻറ്റ് ബാക്ടീരിയ ഹാവ് ഡിഫറെൻറ്റ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്. എല്ലാ ബാക്ടീരിയക്കും ഒരേ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് ആയിരിക്കില്ല അല്ലേ. ഓരോ തരം ബാക്ടീരിയക്കും ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ന്യൂട്രീഷൻ, അതായത് ഒരുപാട് ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ ഈ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു സർട്ടൈൻ ലെവൽ വരെ ഇൻക്രീസ് ചെയ്യും. പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. ഇവിടെ ഒരു സർട്ടൈൻ ലെവൽ വരെ ഇൻക്രീസ് ചെയ്തു, പിന്നെ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇത് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റിൻ്റെ കേസിൽ. ചില ബാക്ടീരിയസിന് ചിലതുപോലെയാണ്. ഇത് ഇവിടെ കണ്ടില്ല, നമ്മൾ സ്പീഷീസ് എ എടുക്കുകയാണെങ്കിൽ അത് എത്രത്തോളം നമ്പർ ഇൻക്രീസ് ചെയ്തു, അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സ്പീഷീസ് ബി ആണെങ്കിലും നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ലെവലെത്തുമ്പോൾ അവർ പെട്ടെന്ന് ഇതാവാൻ തുടങ്ങി. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ മൈക്രോ ഓർഗാനിസത്തെയും. നെക്സ്റ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് നമുക്കറിയാമല്ലോ. ആ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി വരികയാണ്. ഇതാണ് ഗ്രോത്ത് റേറ്റ്. മിനിമം ടെമ്പറേച്ചറിനകത്ത് എല്ലാ ബാക്ടീരിയാസിനും സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാ ബാക്ടീരിയാസിനും എന്തുണ്ട്, അവർക്ക് മാക്സിമം ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുക ഓപ്റ്റിമം ടെമ്പറേച്ചറിനകത്തായിരിക്കും. ഓപ്റ്റിമം ടെമ്പറേച്ചറിൻ്റെ താഴേക്ക് ടെമ്പറേച്ചർ പോയാലും, അതായത് ടെമ്പറേച്ചർ മാക്സിമം കൂടിയാലും, അതായത് നമ്മുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വെച്ചോ, ഇതിന് താഴേക്ക് ടെമ്പറേച്ചർ പോയിട്ട് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് എത്തിയാലും, ഇതിൽ കൂടിയിട്ട് ഒരു 80 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തിയാലും ബാക്ടീരിയൽ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. എപ്പോഴും ഏറ്റവും കൂടുതൽ ബാക്ടീരിയൽ ഗ്രോത്ത് എവിടെയാണ് നടക്കുന്നത്, ഈ ഒപ്റ്റിമം ടെമ്പറേച്ചറിലായിരിക്കും. അങ്ങനെ തന്നെയാണ് pHൻ്റെ കേസിലും. അതിനാവശ്യമായിട്ടുള്ള ഒരു pH ഉണ്ട്, ഒപ്റ്റിമം pH എന്ന് പറയുന്നത്. അവിടെയായിരിക്കും അതിൻ്റെ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ നടക്കുക. മോസ്റ്റ് ബാക്ടീരിയസിനും ന്യൂട്രൽ pH ആയിരിക്കും ഉണ്ടാവുക. ന്യൂട്രൽ pH ആയിരിക്കും അതിൻ്റെ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ ന്യൂട്രലാണ് അല്ലേ, pH 7. അപ്പോൾ pH 7 എന്ന് പറയുന്ന ഇതിനകത്ത് മാക്സിമം ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അല്ലേ, മാക്സിമം ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാക്സിമം ഗ്രോത്ത് pH താഴെ പോയാലും പ്രശ്നമാണ്, pH മേലെ പോയാലും ഗ്രോത്ത് കുറയും. പിന്നെ ചിലതാണ് ആസിഡോഫൈൽസ്. ആസിഡോഫൈൽസ് എന്ന് വെച്ചാൽ ആസിഡിക് pHൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവിടെ തന്നെ സ്ട്രോങ് ആസിഡ് ആയാലും പ്രശ്നമാണ്, അതുപോലെ തന്നെ ആസിഡിറ്റി കുറഞ്ഞാലും പ്രശ്നമാണ്. അതിനെപ്പോഴും ഒരു പർട്ടിക്കുലർ ഒപ്റ്റിമം pH ഉണ്ടാവും, അവിടെ വേണം അതിന് സർവൈവ് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ആൽക്കലോഫൈൽസ്. ഹൈലി ആൽക്കലൈൻ ആവാൻ പാടില്ല, അതായത് സ്ട്രോങ് ആൽക്കലി ആവാനും പാടില്ല, വീക്ക് ആൽക്കലി ആവാനും പാടില്ല. അവർക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒപ്റ്റിമം pH ഉണ്ടാവും ഓരോ ബാക്ടീരിയാസിനും. ചിലത് അസിഡോഫൈൽ ആവാം, ചിലത് ന്യൂട്രോഫൈൽ ആവാം, ചിലത് ആൽക്കലോഫൈൽ ആവാം. അപ്പോൾ എവിടെയാണോ അവർക്ക് കിട്ടുന്ന ഒപ്റ്റിമം pH എത്തുന്നത് അവിടെ ഗ്രോത്ത് ഏറ്റവും കൂടുതലായിരിക്കും. നെക്സ്റ്റ് ആണ് അയൺസും അതുപോലെ തന്നെ സാൾട്ടും. എല്ലാ ബാക്ടീരിയാസിനും ഒരുപാട് മെറ്റൽ അയോൺസ് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. അതായത് എൻസൈംസിൻ്റെയൊക്കെ റിയാക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് അവർക്കത് ആവശ്യമാണ്. ഏതൊക്കെ അയൺസാണ്? പൊട്ടാഷ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, അയൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇതുവേണ്ട എല്ലാ അയോൺസും അവർക്ക് ആവശ്യമാണ്. അവർക്ക് വേണ്ട? NaCl വേണ്ട. മോസ്റ്റ് ബാക്ടീരിയ ഡു നോട്ട് റിക്വയർ NaCl ഇൻ മീഡിയ. എല്ലാ ബാക്ടീരിയാസിനും മോസ്റ്റ് കേട്ടോ, എല്ലാം എന്ന് പറയുന്നില്ല, മോസ്റ്റ് ബാക്ടീരിയാസിനും NaCl അതിൻ്റെ മീഡിയയിൽ വേണ്ട. പക്ഷേ അവർക്ക് ചെറിയ കോൺസെൻട്രേഷൻ ഓഫ് NaCl വന്നാൽ അതിനെ ടോളറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ട്. പിന്നെ ചില ബാക്ടീരിയാസ് ഉണ്ട്, അതാണ് ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്ന് വെച്ചാൽ അവർക്ക് ഹൈ സാൾട്ട് കോൺസെൻട്രേഷൻ വേണം. നമ്മൾ അസിഡോഫൈൽസ് പറഞ്ഞാൽ അസിഡിക് pH വേണം. ആൽക്കലോഫൈൽസ് ആൽക്കലൈൻ pH വേണം. അതുപോലെ തന്നെ ഹാലോഫൈൽസ് എന്ന് വെച്ചാൽ ഹൈ സാൾട്ട് കോൺസെൻട്രേഷൻ വേണ്ടതാണ്. ഗേഷ്യസ് റിക്വയർമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. വാട്ടർ എല്ലാ ബാക്ടീരിയക്കും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, എല്ലാത്തിനും ആവശ്യമാണ്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് വാട്ടറും നമ്മുടെ ഈ ഗ്രോത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ബാക്ടീരിയൽ ഗ്രോത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഈച്ച് ആൻഡ് എവരി പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ശ്രദ്ധിച്ച് വായിക്കുക, വിട്ടുപോയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. സോ താങ്ക് യു.